ഈ തെരുവുനായ ശല്യം കാരണം നായകളോടുണ്ടായിരുന്നൊരു ഇഷ്ടവും സ്നേഹവും തന്നെ കുറഞ്ഞു തുടങ്ങി. റിപ്പോർട്ട് ബ്രേക്കിംഗ്. പേവിഷബാധ മരണങ്ങളിൽ സംസ്ഥാനത്ത് വൻ വർധന. കഴിഞ്ഞ വർഷം 33 പേരാണ് പേവിഷബാധയേറ്റ് മരിച്ചത്. 5 വർഷത്തിനിടെ മരണസംഖ്യയിൽ 3 ഇരട്ടി വർധനയുണ്ടായി. കൊല്ലം, ആലപ്പുഴ ജില്ലകളിലാണ് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ വർഷം മാത്രം 4 ലക്ഷത്തോളം പേർ തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സ നേടിയിട്ടുണ്ട്. MG പ്രതീഷുണ്ട്. MG പ്രതീഷ്, ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പേവിഷബാധയേറ്റവരുടെ കണക്കുകൾ, നായയുടെ കടിയേറ്റവരുടെ കണക്കുകൾ. 4 ലക്ഷം പേർക്കാണ് നായയുടെ കടിയേറ്റത്. വലിയ കണക്കല്ലേ? ഞെട്ടിക്കുന്ന കണക്കല്ലേ? അരുൺകുമാർ, തീർച്ചയായും സർക്കാരിന്റെ തന്നെ ഔദ്യോഗിക കണക്ക് പ്രകാരം 2025 മാത്രം 4 ലക്ഷത്തോളം ആളുകളാണ് തെരുവുനായ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ആശുപത്രികളിൽ ചികിത്സ തേടുകയും ചെയ്തത്. പക്ഷേ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം പേവിഷബാധ മരണങ്ങളും സംസ്ഥാനത്ത് വർദ്ധിക്കുന്നു എന്നതാണ്. 2021 11 പേരാണ് പേവിഷബാധയേറ്റ് മരിച്ചത്. പക്ഷേ 5 വർഷങ്ങൾക്കിപ്പുറം 11 എന്നുള്ള എണ്ണം 33ലേക്ക് ഉയർന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. അതായത് 5 വർഷത്തിനിടെ പേവിഷബാധ മരണങ്ങളിൽ 3 ഇരട്ടി വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ആ കണക്കിലേക്ക് വന്നാൽ 2021 11 പേർ പേവിഷബാധയേറ്റ് മരിച്ചു. 2022 ആയപ്പോഴേക്കും ആ മരണസംഖ്യ 27 ഉയർന്നു. 2023 ചെറിയ കുറവുണ്ടായിരുന്നു, 25 പേരാണ് മരിച്ചത്. 2024 26 പേരും 2025 33 പേരും മരിച്ചിരിക്കുന്നു. അതായത് ഈ പേവിഷബാധ ലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങിയാൽ പിന്നീട് ആ തിരിച്ച് പിടിക്കുക അല്ലെങ്കിൽ മരണം ഉറപ്പാണ് എന്നതാണ് ആരോഗ്യ വിദഗ്ധരടക്കം പറയുന്നത്. ഈ റാബിസ് വാക്സിൻ പേവിഷബാധയ്ക്ക് വളരെ പ്രതിരോധം നൽകുന്ന ഒന്നാണ്. പക്ഷേ ഗുരുതരമായി പരിക്കേൽക്കുന്ന കേസുകളിലാണ് മരണനിരക്ക് കൂടുന്നത്. പ്രധാനമായും മുഖത്തുൾപ്പെടെ ആഴത്തിൽ കടിയേൽക്കുമ്പോൾ മരണം ഉറപ്പാണ് എന്നതാണ് ആരോഗ്യ വിദഗ്ധരടക്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ഇടപെടൽ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. തെരുവുനായ നിയന്ത്രണം ഉൾപ്പെടെ കൃത്യമായി നടക്കുന്നില്ല എന്നുള്ള വലിയ വിമർശനങ്ങൾ സംസ്ഥാനത്തുണ്ട്. പല ജില്ലകളിലും ഇപ്പോഴും ഒരു കൃത്യമായൊരു ABC സെന്ററുകൾ പോലും ഇല്ല എന്നതാണ് ഏറ്റവും വസ്തുത. പ്രതീക്ഷ സൂക്ഷിച്ചിരുന്നോ? തിരിഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ ഒരു നായ ഉണ്ടാവും അവിടെ. എവിടെ വേണമെങ്കിലും കാണാം. എവിടെ തിരിഞ്ഞാലും അവിടെ എല്ലാം തെരുവ് നായകൾ മാത്രം എന്ന അവസ്ഥയിലാണ്. താങ്ക് യു പ്രതീഷ്. അടികൊള്ളാതെ ഓഫീസിലേക്ക് കയറിക്കൂ.